السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: ഇന്ന മിനന്നാസി മഫാതീഹ ലിൽ ഖൈർ മഗാലിഖ ലിശ്ശർ വഇന്ന മിനന്നാസി مفاتيح للشر مغاليق للخير فطوبى لمن جعل الله مفاتيح الخير على يديه وويل لمن جعل الله مفاتيح الشر على يديه. رسول الله صلى الله عليه وسلم പറയുന്നു, ഇന്ന മിനന്നാസ്, ജനങ്ങളിൽ ചില കൂട്ടരുണ്ട്, മഫാതീഹ ലിൽ ഖൈർ, അവർ നന്മയുടെ താക്കോലുകളാണ്, മഗാലിഖ ലിശ്ശർ, തിന്മകൾ അടച്ചുപൂട്ടുന്ന താഴുകളാണ്, വഇന്ന മിനന്നാസ്, ജനങ്ങളിൽ മറ്റു ചിലരുണ്ട്, മഫാതീഹ ലിശ്ശർ, അവർ തിന്മകൾ തുറക്കുന്ന താക്കോലുകളാണ്, മഗാലിഖ ലിൽ ഖൈർ, അവർ നന്മയെ അടച്ചുപൂട്ടുന്ന പൂട്ടുകളാണ്. ഫതൂബ ലിമൻ ജഅല അല്ലാഹു മഫാതീഹൽ ഖൈരി അലാ യദൈഹി, അപ്പോൾ ആരുടെ കൈകളിലാണോ അല്ലാഹു നന്മയുടെ താക്കോലുകൾ നിശ്ചയിച്ചിട്ടുള്ളത് അവർക്കാണ് എല്ലാ ആശംസകളും മംഗളങ്ങളും. വവൈലുൻ ലിമൻ ജഅല അല്ലാഹു മഫാതീഹൽ ശർരി അലാ യദൈഹി, ആരുടെ കൈകളിലാണോ തിന്മയുടെ താക്കോലുകൾ അല്ലാഹു നിശ്ചയിച്ചത് അവനാണ് നാശം. നോക്കൂ പ്രിയമുള്ളവരെ, ഈ ഹദീസിൽ രണ്ടു കൂട്ടരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒരു കൂട്ടർക്ക് വേണ്ടി അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചുവെങ്കിൽ, അവർക്ക് ആശംസകൾ നേർന്നുവെങ്കിൽ, മറ്റൊരു കൂട്ടർക്ക് നാശമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആർക്കാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആശംസ ലഭിച്ചത്? ആർക്കാണ് നബിയുടെ പുകഴ്ത്തലുകൾ നൽകപ്പെട്ടത്? അവർ നന്മയുടെ താക്കോലുകളാണ്. അവരെ കൊണ്ട് നന്മകളാണ് ജനങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുക. അവർ തുറക്കുന്ന നന്മകൾ കൊണ്ട് നാട്ടിലും അതുപോലെ ആളുകൾക്കിടയിലും ഒരുപാട് ഖൈറുകൾ നിലനിൽക്കും. അതുപോലെ അവർ തിന്മകൾ അടച്ചുപൂട്ടുന്നവരാണ്. തിന്മകളുടെ കവാടങ്ങൾ തങ്ങളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അടച്ചുപൂട്ടുന്ന, തിന്മകളെ തടയാൻ ശ്രമിക്കുന്നവരാണവർ. അവർക്കാണ് ആശംസകളുള്ളത്, അവർക്കാണ് നന്മകൾ നേർന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മറ്റു ചിലർ, വലഇയാദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കൂട്ടരിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ, അവർ തിന്മകളുടെ താക്കോലുകളാണ്. അവർ തീരാത്ത ദുരിതങ്ങളും പ്രയാസങ്ങളും അപകടങ്ങളും ആളുകൾക്ക് വരുത്തി വെക്കുന്നവരാണ്. അവർ നന്മകളെ തടയുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് നാശമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരലോകം പ്രതീക്ഷിക്കുന്ന ഏതൊരു മുഅ്മിനാണ് ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുകഴ്ത്തലുകൾ ലഭിച്ച ആളുകളിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കാതിരിക്കുക? നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് അതാണ്. നന്മകളുടെ താക്കോലുകളാവുക, തിന്മകൾ അടച്ചുപൂട്ടുന്ന താണുകളാവുക. അങ്ങനെ ആയിത്തീരാൻ നാം എന്തു ചെയ്യണം? അങ്ങനെ ആയിത്തീരാനുള്ള വഴികൾ എന്താണ്? അഹ്ലുസുന്നത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ അതിനുള്ള വഴികൾ നമുക്ക് വിവരിച്ചു തരുന്നു. പ്രിയ സഹോദരങ്ങളെ, നന്മകളുടെ താക്കോലുകളാകാൻ നമ്മെ സഹായിക്കുന്ന
9 പ്രധാനപ്പെട്ട വഴികളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് അത് സ്വീകരിക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒന്നാമത്തത് ഇഖ്ലാസാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. നിന്റെ വാക്കുകളും നിന്റെ പ്രവർത്തനങ്ങളുമെല്ലാം അള്ളാഹുവിന് വേണ്ടിയായിരിക്കുക, പരലോകം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുക. അള്ളാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. من كان يريد العاجلة, ആരാണ് ഈ വേഗം തീർന്നു പോകുന്ന ദുനിയാവ് ആഗ്രഹിക്കുകയും അതുമാത്രം ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്? من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد. അങ്ങനെ ദുനിയാവ് മാത്രം പ്രതീക്ഷിക്കുന്നവർക്ക്, അവരിൽ നാം ഉദ്ദേശിക്കുന്നവർക്ക് ആ ദുനിയാവ് നാം നൽകുന്നതാണ്. ثم جعلنا له جهنم يصلاها مذموما مدحورا. പിന്നെ നാം അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുക നരകമാണ്. യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ, ആക്ഷേപാർഹനായിക്കൊണ്ട്, നിന്ദനായി, ആട്ടിയകറ്റപ്പെട്ടവനായി ആ നരകത്തിൽ അവൻ കിടന്നെരിയുന്നതാണ്. വലഇയാദു ബില്ലാഹ്. വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. എന്നാൽ ആരാണോ പരലോകം പ്രതീക്ഷിച്ചത്, വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹ, എന്നിട്ട് ആ പരലോകത്തേക്ക് വേണ്ടി അതിൻ്റെ അധ്വാനം ഏതാണോ ആ അധ്വാനം അധ്വാനിച്ചത്, വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട്, അള്ളാഹുവിൽ വിശ്വസിച്ചവനായിക്കൊണ്ട്, പരലോകത്തിൽ വിശ്വസിച്ചവനായിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ നബിമാരിലും വിശ്വസിക്കേണ്ട കാര്യങ്ങളിലും വിശ്വസിച്ചവനായിക്കൊണ്ട് പരലോകത്തേക്ക് വേണ്ടി പ്രവർത്തിച്ചവനാരോ, ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ പ്രവർത്തനങ്ങളാണ് ശുക്രോടെ സ്വീകരിക്കപ്പെടുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇഖ്ലാസ് ഉള്ളവരാവുക, അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക എന്നതാണ് ആദ്യമായി നാം ചെയ്യേണ്ടത്. എല്ലാ നന്മകളുടെയും അടിത്തറയും അടിസ്ഥാനവും അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിലുള്ളതുപോലെ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ومن كانت هجرته لدنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه إنما الأعمال بالنيات. പ്രവർത്തനങ്ങളെല്ലാം എന്തിനു വേണ്ടി ചെയ്യുന്നുവോ, എന്തുദ്ദേശത്തിൽ പ്രവർത്തിക്കുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. وإنما لكل امرئ ما نوى, ഓരോ മനുഷ്യനും അവൻ്റെ നീയത്തല്ലാതെ അവൻ്റെ ഉദ്ദേശമല്ലാതെ ലഭിക്കുകയില്ല. فمن كانت هجرته إلى الله ورسوله, ആരുടെയെങ്കിലും ഹിജ്റ അല്ലാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണ് എങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവൻ്റെ ഹിജ്റ അല്ലാഹുവിലേക്കാണ്, അവൻ്റെ റസൂലിലേക്കാണ്. വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹാ ഔ ഇംറഅതി യൻകിഹുഹാ, ആരുടെയെങ്കിലും ഹിജ്റ അവന് കിട്ടാൻ അവൻ ആഗ്രഹിക്കുന്ന ദുനിയാവിന് വേണ്ടിയോ അല്ലെങ്കിൽ അവൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനു വേണ്ടിയോ ആണെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ എന്തിലേക്ക് വേണ്ടിയാണോ ഹിജ്റ പോയത് അതിനു വേണ്ടിയുള്ളതാണ് അവൻ്റെ ഹിജ്റ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അമലുകൾ തകർന്നു പോകാതിരിക്കാൻ, നിഷ്ഫലമായി പോകാതിരിക്കാൻ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. നമ്മുടെ ജീവിതം അങ്ങനെയായിരിക്കുക. ഖുൽ ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹ് വബിദാലിക ഉമിർതു. നോക്കൂ, അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് എന്തു പറയാനാണ് പഠിപ്പിച്ചത്? പറയുക, ഖുൽ ഇന്ന സലാത്തി, എൻ്റെ നിസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും മരണവുമെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല, അവനൊരു പങ്കാളിയുമില്ല. അതാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇഖ്ലാസ് ഉണ്ടായിരിക്കുക, അതിന് വേണ്ടി ഹൃദയം ശുദ്ധീകരിക്കുക. ഹൃദയമാണ് ഇഖ്ലാസിൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഇഖ്ലാസ് വളരെ വേഗം അതിൽ ചോർച്ച സംഭവിക്കാനിടയുണ്ട്. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ, എൻ്റെ നീയത്തിനെ ഞാൻ പിടിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം പല പല നിറങ്ങളിൽ പല പല രൂപങ്ങളിൽ അതിൽ ഇഖ്ലാസിനെതിരായ കാര്യങ്ങൾ കടന്നു വരുന്നതായി എനിക്ക് കാണാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ചില പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് വേണ്ടി നാം ആരംഭിച്ചതായിരിക്കും. എന്നാൽ അത് തുടർന്നു പോകവേ അതിൻ്റെ അവസാന ഘട്ടത്തിലെല്ലാം
അതിൽ നമ്മുടെ നീയത്തിൽ കലർപ്പുകൾ കടന്നു വരാനിടയുണ്ട്. ആളുകൾ കാണട്ടെ, ആളുകൾ കേൾക്കട്ടെ, ദുനിയാവ് ലഭിക്കട്ടെ, ഈ രൂപത്തിലുള്ള ചിന്തകൾ കടന്നു വരാനിടയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അല്ലാഹുവിനു വേണ്ടി, ഖലാസിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹു, അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അറിയാതെ നിന്നിൽ പങ്കുചേർത്ത് പോയതിൽ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ശിർക്കിന്റെ ചെറുതും വലുതുമായ, ഗോപ്യമായതും പ്രകടമായതുമായ എല്ലാ ഇനങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാനുള്ള ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇഖ്ലാസ് ശ്രദ്ധിക്കുക. നന്മകളുടെ താക്കോലുകളാകണോ? ആദ്യം നീ ഇഖ്ലാസ് ഉള്ളവനായി തീരുക. രണ്ടാമത്തെ വഴി, പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി നന്മയുടെ ആളാകാൻ, തിന്മകളെ തടയുന്നവനാകാൻ, അതിനുള്ള തൗഫീഖിന് റബ്ബിനോട് തേടുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവരെ അള്ളാഹു കൈവിടിയുകയില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരാളും ഇന്നുവരെ നഷ്ടക്കാരനായി പോയിട്ടില്ല. ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അള്ളാഹു പറഞ്ഞില്ലേ, ഉദ്ഉ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് തേടുക. തദർറുഅൻ, കേണു പ്രാർത്ഥിക്കുക. തുടരെ തുടരെ, വീണ്ടും വീണ്ടും നീ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. വഖുഫിയ, രഹസ്യമായി, ഉച്ചത്തിലോ ആളുകൾ കേൾക്കി അട്ടഹസിച്ചുകൊണ്ടോ അല്ല, മറിച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നീ കേണ് തേടുക. വീണ്ടും വീണ്ടും പതുക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു അതിരുവിടുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. നോക്കൂ, അള്ളാഹുവിൻ്റെ മഹാന്മാരായ നബിമാരിൽ ഒരാൾ സഖരിയ അലൈഹിസ്സലാം പ്രായമേറെ ചെന്നു, എല്ലുകൾ ദുർബലമായിട്ടുണ്ട്, തലമുടി നരച്ചു തിളങ്ങിയിട്ടുണ്ട്. ആ വേളയിലും ഒരു സന്താനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ സഖരിയ അലൈഹിസ്സലാമിന് യാതൊരു നിരാശയുമില്ല. ആ മഹാനായ നബിയുടെ ദുആ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വലം അകും ബിദുആഇക റബ്ബി ശഖിയ. സഖരിയ അലൈഹിസ്സലാം റബ്ബിനോട് പറയുകയാണ്, റബ്ബേ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഒരിക്കലും ഞാൻ ഭാഗ്യം കെട്ടവനായി പോയിട്ടില്ല. നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിട്ടേ എനിക്ക് പരിചയമുള്ളൂ. എൻ്റെ പ്രാർത്ഥനകൾ റബ്ബേ നീ തട്ടിക്കളയുന്നവനല്ല. നോക്കൂ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരാളും ഒരിക്കലും ഭാഗ്യം കെട്ടവനായി പോവുകയില്ല. ആളുകളോട് ചോദിച്ചാൽ ആളുകളുടെ മുന്നിൽ നീ നിന്ദനായി തീരും. ആളുകൾക്കതിഷ്ടമല്ല. എന്നാൽ അള്ളാഹു അവനോട് ചോദിക്കാതിരിക്കലാണ് അവന് കോപമുള്ള കാര്യം. അള്ളാഹു യഗ്ദബു ഇൻ തറക്ത സുആലഹു വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ദബു എന്നൊരു കവി പറഞ്ഞിട്ടുള്ളതുപോലെ, അള്ളാഹു യഗ്ദബു ഇൻ തറക്ത സുആലഹു, അള്ളാഹുവിനോട് നീ ചോദിക്കാതിരുന്നാൽ അവൻ കോപിക്കുന്നതാണ്. വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ദബു, എന്നാൽ ആദമിൻ്റെ മക്കൾ, അവരോട് ആളുകൾ ചോദിച്ചാൽ അവർക്ക് ദേഷ്യം പിടിക്കും. അതുകൊണ്ട് നിന്നോട് ചോദിക്കാൻ പറഞ്ഞവനോട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വാഗ്ദാനം നൽകിയവനോട്, പ്രാർത്ഥിക്കാൻ കൽപ്പിച്ച റബ്ബിനോട് നീ ദുആ ചെയ്യുക. നീ നന്മയുടെ താക്കോലാകാൻ, നന്മ തുറന്നു കൊടുക്കുന്നവനാകാൻ, തിന്മകൾ അടച്ചുപൂട്ടുന്നവനാകാൻ. മൂന്നാമത്തെ കാര്യം, പ്രിയ സഹോദരങ്ങളെ, നന്മകളുടെ ആളുകളാകണോ, നന്മകൾ തുറന്നു കൊടുക്കുന്നവനാകണോ, അറിവ് നേടുക. മതപരമായ വിജ്ഞാനം, ശറഇയായ ഇൽം, അത് പഠിച്ചെടുക്കുക. അതാണെല്ലാ ഖൈറിൻ്റെയും നിദാനം. നിന്നെ തിന്മകളിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന്, മോശമായ രീതികളിൽ നിന്ന് നന്മയിലേക്ക്, ഉയർച്ചയിലേക്ക്, യഥാർത്ഥ സംസ്കാരത്തിലേക്ക് നയിക്കുക. അത് വിജ്ഞാനമാണ്, അറിവാണ്. അറിവില്ലാത്ത അവസ്ഥ അത് കാവൽ തേടേണ്ട സ്ഥിതിയാണ്. മൂസ അലൈഹിസ്സലാം പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ലേ, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ജാഹിലുകളിൽ ഉൾപ്പെട്ടു പോകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. മൂസ അലൈഹിസ്സലാം പറയുകയാണ്. നോക്കൂ, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, വഅൻസല അല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ. ഓ നബിയെ, താങ്കൾക്ക് അള്ളാഹു കിതാബും ഹിക്മത്തും അവതരിപ്പിച്ചു തന്നു. താങ്കൾക്കറിയാത്തത് അള്ളാഹു താങ്കൾക്ക് പഠിപ്പിച്ചു തന്നു. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ. അള്ളാഹു താങ്കൾക്ക് ചെയ്തു തന്ന ഔദാര്യം അത് വളരെ മഹത്തരമായ ഔദാര്യം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ എണ്ണം പറഞ്ഞ അനുഗ്രഹങ്ങളാണ്
ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ചത്. അതിൽ അള്ളാഹു എണ്ണിയ പ്രധാനപ്പെട്ട അനുഗ്രഹം ഏതാണ്? വഅല്ലമക മാ ലം തകുൻ തഅലം. നബിയെ, താങ്കൾക്ക് അറിയാത്തത് അള്ളാഹു താങ്കൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ. അള്ളാഹു താങ്കൾക്ക് ചെയ്തു തന്ന ഔദാര്യം അത് മഹത്തരമായ ഔദാര്യം തന്നെയാണ്. സഹോദര, നിനക്കറിയാത്തത് റബ്ബ് നിനക്ക് പഠിപ്പിച്ചു തന്നു. ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിച്ചു തന്നു. അതൊന്ന് നോക്കിയോതാൻ, അതിൻ്റെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാത്ത എത്ര ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കാൻ, അതിലെ വാജിബുകൾ പാലിക്കാൻ, അതിലെ ദിക്റുകൾ ദുആകൾ ചൊല്ലാൻ അള്ളാഹു നിനക്ക് പഠിപ്പിച്ചു തന്നുവെങ്കിൽ വലിയ അനുഗ്രഹമാണ്. അതറിയാത്ത എത്ര എത്ര ആളുകളുണ്ട്. വുദൂ ചെയ്യാൻ അറിയാത്ത എത്ര ആളുകളുണ്ട്. ഇതായി ജുമുഅ ദിനത്തിൽ മര്യാദകൾ അറിയാത്ത എത്ര എത്ര ആളുകളുണ്ട്. അള്ളാഹു ഏത് വിജ്ഞാനം, ഉപകാരപ്രദമായ വിജ്ഞാനം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ശ്രേഷ്ഠമായ അനുഗ്രഹമാണത്. നന്ദി കാണിക്കേണ്ട അനുഗ്രഹം. അതുപോലെ അത് വർദ്ധിപ്പിച്ചു തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുക. യഥാർത്ഥ വിജ്ഞാനം അത് സഹോദരങ്ങളെ നമ്മെ നന്മയുടെ താക്കോലുകളാക്കി തീർക്കും. നാലാമത്തെ കാര്യം അള്ളാഹുവിനുള്ള ഇബാദത്തിൽ മുഴുകുക എന്നതാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, പ്രത്യേകിച്ച് അവൻ നിർബന്ധമാക്കിയ കർമ്മങ്ങൾ. അതിനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് തന്നെ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയോ മനുഷ്യവർഗത്തെയോ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. ആ ഇബാദത്തുകളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് 5 നേരത്തെ നിസ്കാരങ്ങൾ. അത് തിന്മകളിൽ നിന്ന് തടയും, നന്മകളിലേക്ക് നയിക്കും. ഇന്നസ്സലാത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹു പറഞ്ഞില്ലേ, നിസ്കാരം അത് നീചവും മോശവുമായ കാര്യങ്ങളിൽ നിന്ന് തടയുന്നതാണ്. അത് തിന്മകളിൽ നിന്ന് തടയുന്ന ശ്രേഷ്ഠമായ പ്രവർത്തനമാണ്. അതുകൊണ്ട് നിസ്കാരം പോലെയുള്ള ഇബാദത്തുകളിൽ മുഴുകുക എന്നത് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, നന്മകളുടെ ആളുകളാകാൻ, നന്മയുടെ താക്കോലുകളാകാൻ നമ്മെ സഹായിക്കും. അക്കാര്യം പ്രത്യേകം പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക. 5ാമത്തെ കാര്യം, നമ്മുടെ പെരുമാറ്റവും മര്യാദകളും നമ്മുടെ സ്വഭാവവും നേരെയാക്കുക, നന്നാക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശ്രേഷ്ഠമായ സ്വഭാവങ്ങളും പൂർത്തീകരിക്കാനാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് പ്രിയമുള്ളവരെ ഒരുവൻ സൽ സ്വഭാവിയാവുക എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് കാണാം. കഫുൽ അദ വബദ്ലുൻ നദ വതലാഖത്തുൽ വജ്ഹ്. നോക്കൂ, ശ്രേഷ്ഠമായ സ്വഭാവത്തിന് പറയപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങളിൽ ഒന്നാണത്. നീ ആളുകളെ ഉപദ്രവിക്കാതിരിക്കുക, ജനങ്ങൾക്ക് നന്മ ചെയ്യുക, ആളുകളോട് മുഖപ്രസന്നതയോടെ പെരുമാറുക. നോക്കൂ, ആളുകളെ ഉപദ്രവിക്കാതിരിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഉപദ്രവകാരി ഒരിക്കലും സൽസ്വഭാവിയാവുകയില്ല. അതുപോലെ സാധിക്കുന്നത്ര നന്മകൾ നീ ആളുകൾക്ക് ചെയ്തു കൊടുക്കുക. നിന്റെ കയ്യിലുള്ള പാത്രത്തിൽ നിന്ന് മറ്റൊരു സഹോദരന്റെ പാത്രത്തിലേക്ക് ഒരിറ്റു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് എങ്കിൽ പോലും ആ നന്മക്ക് പോലും വലിയ പ്രതിഫലമുണ്ട്. ഒരാളുടെ വാഹനപ്പുറത്ത് അയാളുടെ സാധനങ്ങൾ ഒന്ന് വച്ചു കയറ്റാൻ നീ സഹായിക്കുന്നത് പോലും സദഖയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. 3ാമത്തേത്, ആളുകളോട് മുഖപ്രസന്നതയോടെ നിൽക്കുക എന്നതാണ്. ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലിഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നന്മയിൽ ഒന്നിനെ പോലും നിസാരമാക്കരുത്. നിന്റെ സഹോദരനെ പ്രസന്നമായ മുഖത്തോടെ അഭിമുഖീകരിക്കുക എന്നതുപോലും. അതുപോലെ സൽ സ്വഭാവങ്ങളിൽ ശ്രേഷ്ഠമായ സ്വഭാവങ്ങളാണ് ലജ്ജ എന്ന് പറയുന്നത്. ലജ്ജയും ഉദാരതയും ധീരതയുമെല്ലാം സൽ സ്വഭാവങ്ങളാണ്. ലജ്ജ സൽ സ്വഭാവമാണ്. ഉദാരനാവുക, നീ പിശുക്കനാകാതിരിക്കുക, അത് സൽ സ്വഭാവമാണ്. നീ ധീരനാവുക, നീ ഒരു ഭീരുവാകാതിരിക്കുക, സൽ സ്വഭാവമാണ്. ശ്രേഷ്ഠമായ ഖുലുഖിലാണ് അതെണ്ണപ്പെട്ടിട്ടുള്ളത്. ഇതിന് വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അതിന് വിരുദ്ധമായ കാര്യങ്ങൾ എന്താണ്? ജനങ്ങളെ ഉപദ്രവിക്കുക, ഒരു നന്മയും ജനങ്ങൾക്ക് നൽകാത്തവനാവുക, ശരീരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ആളുകൾക്കൊരു ഉപകാരവുമില്ലാത്തവനാവുക, ലജ്ജയില്ലാത്തവനാവുക, മോശമായത് പറയുക, അശ്ലീലം സംസാരിക്കുക, തെറി വിളിക്കുക, ഇതൊക്കെ സൽ സ്വഭാവത്തിൻ്റെ അടയാളമാണ്? ഒരിക്കലുമല്ല. ഇതെല്ലാം ദുഷിച്ച അങ്ങേറ്റം മ്ലേച്ഛമായ സ്വഭാവങ്ങളാണ്. അതുകൊണ്ട് അതെല്ലാം പ്രിയമുള്ളവരെ ഉപേക്ഷിച്ചാൽ നമുക്ക് നന്മകളുടെ താക്കോലുകളായി തീരാൻ സാധിക്കും. തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന, തിന്മകൾ അടച്ചുപൂട്ടുന്ന താളുകളാകാൻ സാധിക്കും.
അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. സഹോദരങ്ങളെ, നന്മകളുടെ മിഫ്താഹുകളാകാൻ, തിന്മകൾ അടച്ചുപൂട്ടുന്നവരാകാൻ നാം ശ്രദ്ധിക്കേണ്ട ആറാമത്തെ കാര്യം നന്മയുടെ ആളുകളുമായി കൂട്ടുചേരുക, തിന്മകളുടെ ആളുകളുമായി കൂട്ടുചേരാതിരിക്കുക എന്നതാണ്. നോക്കൂ, അല്ലാഹു പറഞ്ഞത് വസ്ബിർ നഫ്സക മഅ അല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുറുതാ. സൂറത്തുൽ കഹ്ഫിൽ നാം പാരായണം ചെയ്യാറുള്ള ആയത്തല്ലേ അത്. അള്ളാഹു പറയുകയാണ്, നീ നിന്റെ നഫ്സിനെ സബ്റോടെ പിടിച്ചു നിർത്തുക. രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ, അവൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് അവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കൂടെ, നോക്കൂ, നന്മ നിറഞ്ഞവരുടെ കൂടെ, അവരുടെ കൂടെ സഹചാരികളായി, അവരുടെ കൂട്ടുകാരായി നിൽക്കാൻ ക്ഷമ വേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ആയത്താണ്. കാരണം അതെപ്പോഴും എളുപ്പമുള്ളതായിരിക്കുകയില്ല, അതിൽ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മുടെ ദിക്റിനെ കുറിച്ച് നമ്മെ ഓർക്കുന്നതിൽ നിന്ന് ഖൽബിനെ നാം അശ്രദ്ധമാക്കി കളഞ്ഞിട്ടുള്ളവനെ നീ അനുസരിക്കരുത്. വത്തബഅ ഹവാഹ്, തൻ്റെ ദേഹേച്ഛയെ പിൻപറ്റിയവനെ നീ അനുസരിക്കരുത്. വകാന അംറുഹു ഫുറുതാ, അവൻ്റെ കാര്യം മുഴുവൻ വൃഥാവിലാണ്, പാഴാണ്. അവൻ ഉപകാരമുള്ള കാര്യങ്ങളെല്ലാം പാഴാക്കി കളഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളവരെ നീ അനുസരിക്കരുത്. നോക്കൂ നിങ്ങൾ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, അള്ളാഹുവിനോടുള്ള അനുസരണം, ദീനിയായ കാര്യങ്ങൾ പാലിക്കുക എന്നത് പൂർത്തിയാകണമെങ്കിൽ ഇതാ ഈ പറഞ്ഞ കൂട്ടരെ ധിക്കരിച്ചേ മതിയാകൂ, അവരെ അനുസരിക്കാതിരുന്നേ മതിയാകൂ, അവരുടെ പാത ഉപേക്ഷിച്ചേ മതിയാകൂ. വലാ തുതിഅ, അവരനുസരിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ചിലരോടുള്ള അനുസരണക്കേട് അത് ദീനാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ലവർ മാത്രം നമ്മുടെ അടുത്ത കൂട്ടുകാരാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസിൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? മസലു ജലീസി സ്സാലിഹി വസ്സൂ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ, നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉദാഹരണം ഒരു കസ്തൂരി വിൽക്കുന്ന, സുഗന്ധം വിൽക്കുന്ന ഒരാളെ പോലെ, അതുപോലെ ഉലയിൽ ഊതിക്കൊണ്ടിരിക്കുന്ന ഒരു കൊല്ലനെ പോലെയാണ്. നല്ല കൂട്ടുകാരൻ കഹാമിൽ മിസ്ക്, സുഗന്ധം വിൽക്കുന്ന ഒരാളെ പോലെയാണ്, അതുകൊണ്ട് നടക്കുന്ന ഒരാളെ പോലെയാണ്. മോശം കൂട്ടുകാരൻ്റെ ഉദാഹരണം കനാഫിഖിൽ കീർ, ഉലയിൽ ഊതുന്ന ഒരു കൊല്ലനെ പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്നു. ഫഹാമിലുൽ മിസ്ക്, സുഗന്ധം വിൽക്കുന്ന ഒരാൾ ഇമ്മ അൻ യുഹ്ദിയക്, ഒരുപക്ഷെ അത് നിനക്ക് വെറുതെ ദാനമായി നൽകിയേക്കാം. വ ഇമ്മ അൻ തബ്തഅ മിൻ, അല്ലെങ്കിൽ അവൻ്റെ പക്കൽ നിന്ന് നിനക്കത് വില കൊടുത്തു വാങ്ങാൻ സാധിച്ചേക്കും. വ ഇമ്മ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബ, അതുമല്ലെങ്കിൽ അവൻ്റെ അടുത്ത് നിന്നാൽ ഒരു നല്ല സുഗന്ധമെങ്കിലും നിനക്ക് ആസ്വദിക്കാൻ സാധിക്കും. എന്തെങ്കിലും ഒരു ഖൈർ അവനുമായുള്ള സഹവാസത്തിലൂടെ ലഭിക്കുമെന്നത് ഉറപ്പാണ്, ഒരുപക്ഷെ നീ അത് തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും. അതുപോലെ നോക്കൂ, വനാഫിഖുൽ കീർ, എന്നാൽ ഉലയിൽ ഊതുന്ന ഒരു കൊല്ലന്റെ ഉദാഹരണം ഇമ്മ അൻ യുഹ്രിഖ സിയാബക്, ഒന്നുകിൽ അവൻ നിന്റെ വസ്ത്രം കരിച്ചു കളയും, അവൻ്റെ ഉലയിൽ നിന്നുള്ള തീ പതിച്ച് നിന്റെ വസ്ത്രം കത്തിപ്പോയേക്കും. അല്ലെങ്കിൽ ഇമ്മ അൻ തജിദ റീഹൻ ഖബീസതൻ, അല്ലെങ്കിൽ ഒരു ദുർഗന്ധം നീ അവൻ്റെ അരികിൽ നിന്നാൽ അനുഭവിക്കേണ്ടി വരും. ഇതുപോലെയാണ് മോശം കൂട്ടുകാരൻ. അവരുമായുള്ള സഹവാസം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ സ്വാധീനമുണ്ടാക്കും. നാം അത് തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ചിലപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പോലും സാധിക്കുകയില്ല. നമ്മുടെ വാക്കുകൾ മോശമായി തീരും, നമ്മുടെ ചിന്തകൾ വരെ മോശമായി തീരും. അതുകൊണ്ടാണ് മുൻഗാമികൾ ചിലർ പറഞ്ഞത് നോക്കൂ നിങ്ങൾ, അവർ പറഞ്ഞത് കാണാം, സുഹ്ബത്തുൽ അശ്റാരി തൂരിസു സൂഅ ദന്നി ബിൽ അഖ്യാർ, മോശക്കാരായ ആളുകളുമായുള്ള കൂട്ട് മനസ്സിൽ നല്ലവരായ ആളുകളെ കുറിച്ചുള്ള മോശം ചിന്ത സമ്മാനിക്കും. സുബ്ഹാനല്ലാഹ്, വൃത്തികെട്ട ആളുകളുമായി ഒരുവൻ കൂട്ടുചേർന്നാൽ അവന് നല്ലവരെ കണ്ടുകൂടാതാകും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, ജനങ്ങളെ ഉപദ്രവിക്കാതെ നടക്കുന്ന ആളുകളെ വെറുക്കുന്ന കൂട്ടത്തിലേക്ക് അവനായിപ്പോകും. നോക്കൂ നിങ്ങൾ, ചിന്തകളെ എങ്ങനെയാണ് മോശക്കാരുമായുള്ള കൂട്ട് സ്വാധീനിക്കുന്നത് എന്ന്.
അവസാനം പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെട്ടു പോകും. അതുകൊണ്ടാണ് പരലോകത്ത് നഷ്ടം സംഭവിച്ച ആളുകളുടെ വിലാപങ്ങളിൽ ഒന്നായി അള്ളാഹു പഠിപ്പിച്ചത് എന്താണ്? യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല ലഖദ് അദല്ലനി അനി الذിക്രി ബഅദ ഇദ് ജാഅനി വകാന الشൈത്താനു ലിൽഇൻസാനി ഖദൂല. അള്ളാഹു പറഞ്ഞില്ലേ, അവൻ നാളെ പരലോകത്ത് ഇങ്ങനെയുള്ള മോശക്കാരനായ ആൾ വിലപിക്കും, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇതാ ഇന്നവനെ ഞാൻ എൻ്റെ ഉറ്റ കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അദല്ലനി അനി الذിക്രി ബഅദ ഇദ് ജാഅനി, എനിക്ക് ഉത്ബോധനം വന്നു കിട്ടിയതിനു ശേഷം അവൻ, ആ കൂട്ടുകാരൻ, എന്നെ അതിൽ നിന്ന് വഴിതെറ്റിച്ചു കളഞ്ഞു. വകാന الشൈത്താനു ലിൽഇൻസാനി ഖദൂല, പിശാച് മനുഷ്യനെ കൈവിട്ട് കളയുന്നവനാണ്. അവൻ കൂടെയുണ്ടെന്ന് ധരിപ്പിക്കും, എന്നിട്ട് അത്യാവശ്യ ഘട്ടത്തിൽ അപകടത്തിന്റെ സമയത്ത് കൈവിട്ട് കളയും. അത് പിശാചിന്റെ സ്വഭാവമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ലവരുമായി കൂട്ടുചേരുക. ഏഴാമത്തെ കാര്യം, ആളുകളോട്, ജനങ്ങളോട് ഗുണകാംക്ഷ പുലർത്തുക, അവരോട് കൂറുപാലിക്കുക, നന്മ വരണമെന്ന് ആഗ്രഹിക്കുക. ആളുകൾക്ക് നന്മ വരണം. സുബ്ഹാനല്ലാഹ്, മുശ്രിക്കുകളായ അള്ളാഹുവിനെ നിഷേധിച്ച ആളുകളോട് അള്ളാഹുവിന്റെ നബിമാർ പറഞ്ഞതെന്താ? ഹൂദ അലൈഹിസ്സലാം പറഞ്ഞതാ പരിശുദ്ധ ഖുർആനിൽ, ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി വഅന ലക്കും നാസിഹുൻ അമീൻ. അള്ളാഹുവിന്റെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു, ഞാൻ നിങ്ങളോട് നസീഹത്തുള്ളവനാണ്, നിങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്, നിങ്ങളോട് വിശ്വസ്തത പാലിക്കുന്നവനാണ്. നൂഹ് അലൈഹിസ്സലാം ആ സത്യം, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന് പുറമെ അവർ ഇബാദത്ത് ചെയ്യുന്നവയെ വെടിയുക, തന്നെ അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂലായ തന്നെ അനുസരിക്കുക എന്ന കാര്യം ജനങ്ങളെ പഠിപ്പിച്ചതിന്റെ പേരിൽ തർക്കങ്ങളും പരിഹാസങ്ങളുമായി ആ ഖൗമ് മുന്നോട്ട് വന്നപ്പോൾ നൂഹ് നബി പറഞ്ഞ വാക്കെന്താണ്? വലാ യൻഫഉകും നുസ്ഹി ഇൻ അറദ്തു അൻ അൻസഹ ലക്കും ഇൻ കാന അല്ലാഹു യുരീദു അൻ യുഗ്വിയക്കും ഹുവ റബ്ബുക്കും വഇലൈഹി തുർജഊൻ. ഞാൻ നിങ്ങളോട് എത്ര നസീഹത്ത് കാണിച്ചാലും, എത്ര ഗുണകാംക്ഷ പുലർത്തിയാലും, അള്ളാഹു നിങ്ങളെ വഴിതെറ്റിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആ ഗുണകാംക്ഷയൊന്നും നിങ്ങൾക്കൊരു പ്രയോജനവും ചെയ്യുകയില്ല. ഹുവ റബ്ബുക്കും, അള്ളാഹുവാണ് നിങ്ങളുടെ റബ്ബ്. വഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരിക. നോക്കൂ, എന്തൊരു ഗുണകാംക്ഷയുടെ വാക്കാണ്! പരിപൂർണമായ ഗുണകാംക്ഷ നസീഹത്താണ് അള്ളാഹുവിന്റെ നബിമാർ ആളുകളോട് കാണിച്ചിട്ടുള്ളത്. ഈ ഗുണകാംക്ഷ സഹോദരങ്ങളെ ജനങ്ങളോട് കാണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അദ്ദീനു അന്നസീഹ, ദീൻ എന്നാൽ നസീഹത്താണ്, ഗുണകാംക്ഷ പാലിക്കലാണ്, കൂറു പുലർത്തലാണ്. ലിമൻ യാ റസൂലല്ലാഹ്, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, സഹാബത്ത് ഇത് കേട്ടപ്പോൾ ചോദിച്ചു, ആരോടാണ് നബിയെ കൂറു പാലിക്കേണ്ടത്, ഗുണകാംക്ഷ പുലർത്തേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി വലികിതാബിഹി വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹിം, അള്ളാഹുവിനോടും അവന്റെ ഗ്രന്ഥത്തോടും അള്ളാഹുവിന്റെ റസൂലിനോടും മുസ്ലിം ഭരണാധികാരികളോടും അവരിലെ പൊതുജനങ്ങളോടുമെല്ലാം ഗുണകാംക്ഷ പുലർത്തണം. അതാണ് ദീൻ എന്ന് പറയുന്നത്. അവർക്ക് നന്മ വരാൻ ആഗ്രഹിക്കണം, അവർ തിന്മയിലേക്ക് അകപ്പെട്ടു പോകുന്നതിനെ ഭയപ്പെടണം. അവരോടുള്ള ഗുണകാംക്ഷയുടെ ഭാഗമാണ് അവരെ നന്മ ഉപദേശിക്കുക എന്നത്, തിന്മ വിലക്കുക എന്നത്, ഉപകാരങ്ങൾ സാധിക്കുന്നത്ര ചെയ്തു കൊടുക്കുക എന്നത്, അപകടങ്ങൾ വരുമ്പോൾ അവരെ താക്കീത് നൽകുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണം നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഒരു തീ കത്തിച്ചു വെച്ച ഒരാളെ പോലെയാണ്. എന്നിട്ട് പാറ്റകൾ കണക്കെ ആ തീയിലേക്ക് നിങ്ങൾ ചാടിപ്പോകുന്നു, ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ച് പിന്നിലേക്ക് വലിക്കുന്നു, നാശത്തിലേക്ക് നിങ്ങൾ പോകരുതേ. ഈ സ്വഭാവമാണ്, ഈ ചിന്തയാണ് ഒരു മുഅ്മിനിനെ നയിക്കുന്നത്. നസീഹത്ത് അവനെ നയിക്കുന്നു. സഹോദരങ്ങളെ, നന്മയുടെ താക്കോലുകളാകാൻ അത്യാവശ്യം വേണ്ട സ്വഭാവമാണ്. എട്ടാമത്തെ കാര്യം, പരലോക ചിന്ത ഉണ്ടാവുക. അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി ചെന്നു നിൽക്കേണ്ട, അവൻ നൽകുന്ന സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ അവന്റെ ശിക്ഷയുടെ സങ്കേതമായ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നവരാണ് ഞാൻ എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കുക. അള്ളാഹു പറഞ്ഞില്ലേ, വലൗ തറാ ഇദ് വഖിഫു അലാ റബ്ബിഹിം ഖാല അലൈസ ഹാദാ ബിൽഹഖ് ഖാലൂ ബലാ വറബ്ബിനാ ഖാല ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. നോക്കൂ, അള്ളാഹു പറഞ്ഞ ആയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വലൗ തറാ ഇദ് വഖിഫു അലാ റബ്ബിഹിം, നീ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ, ഇദ് വഖിഫു അലാ റബ്ബിഹിം, അവരവരുടെ റബ്ബിന്റെ മുന്നിൽ ചെന്നു നിൽക്കേണ്ടി വരുന്ന രംഗം. ഖാല അലൈസ ഹാദാ ബിൽഹഖ്, ആ സമയത്ത് അള്ളാഹു ചോദിക്കും, ഇതാ പറയൂ, ഇത് സത്യമല്ലേ? നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരുന്നത്, നിങ്ങൾക്ക് താക്കീത് നൽകപ്പെട്ടിരുന്ന ഈ കാര്യം സത്യമല്ലേ?
സത്യമായി പുലർന്നിരിക്കുന്നു. അവർ പറയും ഖാലു ബല വറബ്ബിന, ഞങ്ങളുടെ റബ്ബ് തന്നെ സത്യം. അതെ, ഇത് സത്യമാണ്. പ്രിയമുള്ളവർ, അങ്ങനെ ഒരു രംഗം എനിക്കും നിങ്ങൾക്ക് വരാനുണ്ട്. അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു ദ്വിഭാഷിയുടെ ആവശ്യമില്ലാതെ, ഒരു പരിഭാഷകന്റെ ആവശ്യമില്ലാതെ ചെന്നു നിൽക്കേണ്ടി വരുന്ന ഒരു രംഗം. മുന്നിലേക്ക് നോക്കിയാൽ, വലത്തോട്ട് നോക്കിയാൽ, ഇടത്തോട്ട് നോക്കിയാൽ തൻ്റെ പ്രവർത്തനങ്ങൾ മാത്രം കാണാൻ സാധിക്കുന്ന, മുന്നിലേക്ക് നോക്കിയാൽ മുഖത്തിനു മുന്നിൽ നരകം കാണാൻ സാധിക്കുന്ന ഒരു രംഗം വരാനുണ്ട്. അതോർക്കുക. എങ്കിൽ നമുക്ക് നന്മയുടെ ആളുകളായി തീരാൻ സാധിക്കും. തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് സാധിക്കും. 9ാമത്തെ കാര്യം, അവസാനത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ എല്ലാം കാമ്പെന്ന് പറയുന്നത് നന്മയോട്, അതുപോലെ ജനങ്ങൾക്ക് ഉപകാരമുണ്ടാക്കാൻ നമുക്ക് താല്പര്യമുണ്ടാവുക എന്ന കാര്യമാണ്. അതിനോട് ഇഷ്ടമുണ്ടാകണം. ഒരുവൻ കൊതിക്കുന്നത് ഷർറാണ് എങ്കിലോ, അവന് നന്മയോട് താല്പര്യമില്ല എങ്കിലോ, ഇതെത്ര പരിതാപകരമായ, എത്ര ദുരന്തത്തിലേക്ക് നയിക്കുന്ന സ്ഥിതിയാണ്. മുഅ്മിനുകളുടെ സ്വഭാവം എന്താണ്? അവർക്ക് ഈമാനിനോട് അള്ളാഹു പ്രിയം മനസ്സിൽ തോന്നിപ്പിച്ചു നൽകും. ഈമാൻ അവരുടെ ഖൽബിൽ അള്ളാഹു അലങ്കരിച്ചു നൽകും. വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ ഹൃദയത്തിൽ പ്രിയങ്കരമാക്കി നൽകിയിരിക്കുന്നു, അലങ്കരിച്ചു വച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കുഫറിനോട്, അള്ളാഹുവിനോടുള്ള അനുസരണക്കേടിനോട്, ധിക്കാരത്തോടെല്ലാം അള്ളാഹു വെറുപ്പുണ്ടാക്കി നൽകിയിരിക്കുന്നു. അവരാണ് സന്മാർഗം സിദ്ധിച്ചവർ. അതുകൊണ്ട് നന്മകളോട് താല്പര്യമുണ്ടാവുക, ഷർറുകളോട് താല്പര്യമില്ലാതിരിക്കുക, അതിനോട് വെറുപ്പുണ്ടാവുക. എങ്കിലാണ് സഹോദരങ്ങളെ നന്മകളുടെ ആളുകളായി തീരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് നമുക്ക് ഉറച്ച തീരുമാനം നൽകുക. ആഗ്രഹം അത് ഉറച്ച തീരുമാനത്തിലേക്ക് നയിക്കണം, അത് സ്ഥിരതയിലേക്ക് നയിക്കണം. കാലിടറിപ്പോകാൻ പാടില്ല. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, നല്ല നീയത്തുണ്ടായിരുന്നവർ കടന്നുപോയ അതേ പാതയിൽ ജീവിച്ച് അതിലായി മരിക്കണം. അള്ളാഹു പറഞ്ഞില്ലേ, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലു തബ്ദീല. മുഅ്മിനുകളിലുണ്ട് ചില പുരുഷന്മാർ, റിജാൽ, അവരാണ് യഥാർത്ഥ പുരുഷന്മാർ, പൗരുഷമുള്ളവർ അവരാണ്. സദഖു മാ ആഹദുല്ലാഹ അലൈഹി, അള്ളാഹുവിന് നൽകിയ കരാറിൽ അവർ സത്യസന്ധത പാലിച്ചു. ഫമിൻഹും മൻ ഖദാ നഹ്ബഹു, അങ്ങനെ അള്ളാഹുവിനോട് ചെയ്ത കരാർ പാലിച്ച നേർച്ച വീടിയ ആളുകളാണവർ. ആ വഴിയിലായിക്കൊണ്ട് മരിച്ചുപോയവർ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവർ. വമിൻഹും മൻ യൻതദിർ, കാത്തു നിൽക്കുന്നവരും അവരിലുണ്ട്. വമാ ബദ്ദലു തബ്ദീല, ഒരു മാറ്റവും അവർ വരുത്തിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠിച്ച ദീൻ മാറ്റിക്കളയരുത്. തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് പോയി കളയരുത്. ബിദ്അത്തിലേക്ക്, സുന്നത്തിൽ ഉറച്ചു നിന്നതിന് ശേഷം ബിദ്അത്തിന്റെ വഴികളിലേക്ക് പോയി കളയരുത്. അഹ്ലുസുന്നത്തിന്റെ ആ രാജപാതയിൽ നിന്ന് ബിദ്അത്തിന്റെ മ്ലേച്ഛമായ വഴികളിലേക്ക് കാലിടറി പോകരുത്. ഈ ശരിയായ വഴിയിലായി ജീവിച്ചു മരിക്കണം. നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടണം ഈ വഴിയിലായിക്കൊണ്ട്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ഉമ്മത്തിനെ, നമ്മുടെ നാടിനെ, മുസ്ലിമീങ്ങളെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അക്രമികളും അനീതി നിറഞ്ഞവരുമായ ആളുകളുടെ അധികാരത്തിൽ നിന്ന് അള്ളാഹു നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به مصيبات الدنيا، ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا، واجعله الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم مزق ملك أعدائنا وأعدائك يا رب العالمين. اللهم منزل الكتاب، مجري السحاب، هازم الأحزاب، سريع الحساب، اهزمهم وزلزلهم يا قوي يا عزيز. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم انصر إخواننا المسلمين المستضعفين في غزة وفي فلسطين. اللهم عليك بأعدائك وأعدائهم يا رب العالمين. اللهم انصرنا على أعدائنا، اللهم انصرنا على أعدائنا،
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، وصلى الله وسلم على نبينا محمد.